ഹായ്. ഞാനിപ്പം കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഈങ്ങാപ്പുഴയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടൊരു പാർക്കുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പം മഴയൊന്നും ഇല്ലാത്തൊരു സമയമാണ് കേട്ടോ. ഇപ്പം ഫെബ്രുവരി മാസമാണിത്. അപ്പം ഈ സമയത്ത് എന്തെങ്കിലും ഇവിടെ കാണാനുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഞാനിപ്പോൾ ഇവിടെ. ഇവിടെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇപ്പോൾ ഈ ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് കാണാൻ കഴിയുന്നത് ഈ മൺചട്ടിയിലൊക്കെ വളർത്തിയ ഒരുപാട് സസ്യങ്ങളാണ് കേട്ടോ ആദ്യം തന്നെ. പിന്നെ ഇവിടെ ഒരുപാട് ചിത്രശലഭങ്ങളുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിലൊന്നും കാണാൻ സാധ്യതയില്ലാത്ത ഒരുപാട് ചിത്രശലഭങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ചെടിച്ചട്ടിയിലും അല്ലാതെയും വളർത്തിയ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഈ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ഈ പ്ലാസ്റ്റിക്കുകളൊന്നും ഈ കാടിനകത്ത് ഉപേക്ഷിക്കരുതെന്നൊക്കെയുള്ള. പിന്നെ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, ഏത് സമയത്ത് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ വനസംരക്ഷണം എന്തിന്. ഓക്കെ, എന്നാലും നമുക്ക് ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ എന്താ കാണാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും കാട്ടിനകത്തോട് നടക്കാം. ആ കാടിൻ്റെ ആ ഒരു സൗണ്ടും ചെറിയ ജീവികളുടെ ആ ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് ഉള്ളിൽ കൂടെ നടക്കാം. ഇവിടെ ഇപ്പം ആരും ഇല്ല കേട്ടോ. ഞാനിപ്പം താഴെ നോക്കിയ സമയത്ത് ഇപ്പം വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നോക്കിയിട്ട് ആകെ 2 വണ്ടി എങ്ങാണ്ടേ ഉള്ളൂ, 2 ബൈക്ക് എങ്ങാണ്ടേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ഞാൻ അകത്തേക്ക് വന്നിട്ടോ, 2 വഴിയുണ്ട്. ഞാനിപ്പം വലത്തേക്കാണ് പോകുന്നത്. ഈ വഴിയിലൊന്നും ആരും ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. ചില സമയങ്ങളിൽ ഈ കാടൊന്ന് ഭയപ്പെടുത്തും ചില ശബ്ദങ്ങൾ കാരണം. പിന്നെ താഴത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് അനുവാദം ഇല്ലാത്ത സ്ഥലത്തേക്കൊന്നും പോകരുത്. അതായത് ഓരോ ബോർഡുകൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും കടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ ചില സ്ഥലങ്ങളിൽ, അതായത് ഈ കല്ല് പാകിയ സ്ഥലത്തോട് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ, വേറെ വഴിയിലൊന്നും പോരുതെന്ന് അവർ താഴത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ നിങ്ങളിപ്പോൾ ഈ കല്ല് പാകിയ സ്ഥലങ്ങൾ കണ്ടോ? ഇതിനകത്തോട്ടേക്ക് എന്തൊക്കെയോ പോകുന്നുണ്ട്, എന്തൊക്കെയോ ജീവികൾ പോകുന്നുണ്ട് കേട്ടോ. നോക്കിയെന്നേക്ക് ഒരുപാട് ബോട്ടിലുണ്ടോ, പ്ലാസ്റ്റിക് ബോട്ടിലൂടെ. ഇതിനകത്ത് താഴെ എന്താ നമ്മൾ കണ്ട ബോട്ടിൽ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കരുതെന്ന്. ഇവിടെ കണ്ടേ എത്രയാ പ്ലാസ്റ്റിക് കുപ്പികളുള്ള. ഇതിനകത്തൂടെ എന്തൊക്കെയോ ഓടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ കാടിനകത്തൂടെ, അതായത് ഈ മരത്തിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ. ഇത് നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 44 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈങ്ങാപ്പുഴയ്ക്ക്. അവിടുന്ന്, അതായത് കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഈ സ്ഥലത്തേക്ക്, ഈ പാർക്കിലേക്ക് ഏതാണ്ട് 44 കിലോമീറ്റർ ഉണ്ട്. ഈങ്ങാപ്പുഴയിൽ നിന്നാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ ഇവിടേക്ക്, ഈ പാർക്കിലേക്ക്. ശരിക്കും കാട് തന്നെയാണ് കേട്ടോ അത്. നിങ്ങളിപ്പോൾ കണ്ടോ, ഇതൊരു വേനൽക്കാല സമയമാണ്, ഫെബ്രുവരി മാസമാണ്. ഇവിടെ ഒന്നും വെയിൽ തന്നെ ഉള്ളിലോട്ടില്ല. ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ. നല്ലൊരു ഫീലാണ് കേട്ടോ ഇതിനകത്തോടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്. കാരണം ഒരു വാഹനത്തിൻ്റെയോ ഒന്നിൻ്റെ ഒരു ശബ്ദവും ഇല്ല. ഭയങ്കര ഒരു സൈലന്റ്. എന്നാൽ നമ്മൾ ആ ചെറിയ ജീവികളുടെ ആ ഒരു ശബ്ദം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഫീലാണ് ഇതിനകത്തോട് നടക്കുന്ന സമയത്ത്. ഞാൻ ഒറ്റയ്ക്കാണ്. ഇവിടെ ഒരുപാട് ബോർഡുകളുണ്ട് കേട്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഇത് ഞാനിപ്പോൾ ഒരു തടാകത്തിലേക്ക് എത്തിക്കുകയാണ്. ഇത് ഡ്രസ്സിങ് റൂമാണ്. തുമ്പികൾ. ഇവിടെയാണ് കേട്ടോ തടാകം. ഇവിടെ ബോർഡുണ്ട്. ഇതിലൂടെ നടക്കുന്നവരെ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഈ കണ്ണിലൊക്കെ ഈ മുളയുടെ ഇത് കുത്താൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഒഴുകി വരുന്നതന്നെ കുറച്ചേ ഉള്ളൂ. ഇവിടെ
ഇവിടെ ഏതാണ്ട് 2 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ദൂരെ കാണുന്നത് നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഞാൻ കുറച്ച് ദൂരം അവിടേക്ക് ഒരു വലിയൊരു പാറയാണ്, ഞാൻ അവിടേക്കാണ് പോകുന്നത്. അവിടെ കുറച്ചിരിക്കാം. അവിടെ ചെറിയൊരു തണലുണ്ട്. ഈ സമയത്തും കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വേനൽക്കാലത്തും കുഴപ്പമൊന്നുമില്ല. അവിടുന്ന് അങ്ങോട്ടൊന്നും കടക്കാൻ പറ്റില്ല കേട്ടോ. കണ്ടോ നിങ്ങളിപ്പോൾ കണ്ടോ, ഇവിടുന്നൊന്നും അങ്ങോട്ട് കടന്നു പോരുതെന്നാണ് പറയുന്നത്. ഇതിൽ ഞാൻ നേരത്തെ നിന്ന സ്ഥലത്ത് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. മുകളിലെ റോഡിൽ മുകളിലത്തെ വഴിയിലേക്ക് ശരിക്കും ചുറ്റി പോകണം. ശരി, ഞാനിപ്പോൾ ഇതിലൂടെ ആണ് കടന്നു പോകും. ആ തടാകത്തു നിന്ന് മുകളിലേക്ക് കേട്ടോ. ഞാനിപ്പോൾ ആ റോഡിൽ എത്തിയിട്ടുണ്ട്. എന്താണ് ഇവിടേക്ക് കണ്ടോ, ഈ സുരക്ഷാ വേലി മറികടക്കരുത്. ഇവിടെ കണ്ടോ, ഇത് കുറച്ച് വിട്ടിട്ടൊക്കെ ഇങ്ങനത്തെ ബോർഡുകളുണ്ടോ ഇപ്പോഴും നിങ്ങൾ കണ്ടോ. മൃഗങ്ങളുള്ളത് കൊണ്ടാണോ അങ്ങനെ എഴുതി വെച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് അപകടം ഒന്നും പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഈ മുളയുടെ ഉള്ളിലൊന്നും പോയി കൊടുക്കണ്ടെന്ന് അങ്ങനെ അത് വിചാരിച്ചിട്ടാണ്. എന്തായാലും ശരിക്കും കാടാണ്. ഇവിടെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. താഴത്തോടെ ഒരു അരുവി പോകുന്നുണ്ട്. ഇപ്പം വെള്ളമൊന്നുമില്ല, താഴെ കണ്ടോ. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ലാസ്റ്റ് സ്ഥലം. ഇതിന് അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇവിടേക്ക് വേലി കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇതേതാ സ്ഥലം എന്നറിയാം. ഇത് നമ്മുടെ വനപർവം ബയോഡൈവേഴ്സിറ്റി പാർക്ക്. ഇത് എവിടെയാണ് സ്ഥിതി എന്ന് വെച്ചാൽ നമ്മുടെ ഈങ്ങാപ്പുഴയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വരണം. അപ്പോൾ ഈങ്ങാപ്പുഴ എന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും ബയോഡൈവേഴ്സിറ്റിയിലേക്കുള്ള വഴി, ബയോഡൈവേഴ്സിറ്റി പാർക്കിലേക്കുള്ള വഴി. അപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇപ്പം ഇവിടെ വലിയ കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ താഴ്ത്തുന്ന അവർ പറഞ്ഞു മഴക്കാലത്താണ് അധികം സന്ദർശകർ വരുന്നത് പറഞ്ഞത്. ഇപ്പോൾ അധികം സന്ദർശകരൊന്നുമില്ല ഇവിടെ. ആകെ ഞാൻ ഒരു പേരെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാനിപ്പം വയനാട്ടിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ഇവിടെ ഒന്ന് കയറിയതാണ്. ഓക്കെ, അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, മഴയില്ലാഞ്ഞാലും കുഴപ്പമില്ല, അടിപൊളി സ്ഥലം. ഞാനൊരു ക്യാമറ കാണിച്ചു കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറില്ലേ ഇവിടെ ക്യാമറ കുറിച്ചിട്ട്. ഇതാണ് കേട്ടോ എൻ്റെ ക്യാമറ. ഇത് ലെൻസ് 70-200 2.8 പോർട്രേറ്റിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ലെൻസ്. പിന്നെ ബോഡി R6 Mark II, കാനൻ്റെ R6 Mark II. ബോഡി അടിപൊളിയാണ് കേട്ടോ. ക്യാമറ ഞാൻ വാങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പം 5-6 മാസമായിട്ടുണ്ട് കേട്ടോ. ഈ ലെൻസിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അടിപൊളി ബോഡിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, എന്തിനും പറ്റും, വൈൽഡ് ലൈഫിനും പോർട്രേറ്റ് എടുക്കാനും
എല്ലാ കാര്യത്തിനും പറ്റും, പക്ഷെ എനിക്കാണെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതാണ്ട് കുറച്ചായിട്ടുള്ളൂ ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. കണ്ടോ R6 Mark II. അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. പക്ഷേ ഒരു ഡ്രൈ ആണ്, മഴയൊന്നും ഇല്ലാത്തത് കാരണം. ഇതിപ്പോൾ ഒരു മാർച്ച് മാസമാണ്. അപ്പോൾ താഴത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഈ സമയത്ത് ഇവിടെ വന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാൻ കഴിയില്ല. അതായത് ഇവിടുത്തെ ഈ നിങ്ങൾ കണ്ട ഈ അരുവില്ലേ, സോറി ഉണ്ടോ, ഈ അരുവില്ലേ, ഈ അരുവിയിലുള്ള ഈ മഴക്കാലത്തുള്ള വെള്ളം അടിപൊളിയാണ് കേട്ടോ. അതായത് വെള്ളച്ചാട്ടം, വെള്ളം ഒഴുകി വരുന്ന അടിപൊളിയാണെന്ന് പറഞ്ഞത്. അവരെനിക്ക് കുറച്ച് വീഡിയോ കാണിച്ചു തന്നു, അവർ മുമ്പെടുത്തെ. അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവാണ്. ഈ ലെൻസല്ല കേട്ടോ, വേറെ ലെൻസ് കൂടി ഉണ്ട്. അത് EF തന്നെയാണ്. മുമ്പ് ഞാൻ ഈ Canon 200 ആയിരുന്നു ഉപയോഗിച്ചത്. പിന്നെ അത് മാറ്റി ബോഡി ഇതിലേക്ക് R6 മാറി. പിന്നെ ഈ RF ലെൻസൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അത് പെട്ടെന്ന് അത് വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം അതിൻ്റെ അഡാപ്റ്റർ ഇട്ടിട്ട് ഇതില്ലേ ഈ RF EF ലെൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ ഉണ്ട്. അതിൻ്റെ പേരെന്താ അറിയില്ല. അപ്പോൾ അത് വാങ്ങിയിരിക്കുക. അപ്പോൾ EF ലെൻസ് ഉപയോഗിക്കാൻ വേണ്ടി പോർട്രേറ്റ് എടുക്കാനൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. ഈ ലെൻസും ക്യാമറ അടിപൊളിയാണ്. ഇതിൻ്റെ RF ലെൻസൊക്കെ വരുന്നുണ്ട് 70-200 ഒക്കെ. 2 ലക്ഷം രൂപ വരും. ഏതാണ്ട് 2.8-ന് ഇത് അപ്പർച്ചർ 2.8-ന് ഏതാണ്ട് 2 ലക്ഷം രൂപ വരും. അപ്പം അതൊന്നും എന്നെ കൊണ്ടാവില്ല. ഇപ്പോൾ വാങ്ങണം, എന്തെങ്കിലും ഒന്ന് വാങ്ങണം. പിന്നെ വാങ്ങാൻ പറ്റുന്ന ഒന്നുണ്ട് കേട്ടോ, ഒരു 24-105. അത് F4. അത് കുഴപ്പമില്ല, അതൊരു 1 ലക്ഷം രൂപ വില വരും. അതും കുറച്ച് അധികമാണ്. പക്ഷെ നമുക്ക് ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ, ഇപ്പം ബിൽഡിങ്ങുകൾ, ഇപ്പം അങ്ങനത്തെ ഒക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ അത് അടിപൊളിയാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടായിരുന്നു, യൂട്യൂബിൽ സെർച്ച് ചെയ്തായിരുന്നു. അപ്പം ആ ലെൻസ് കുഴപ്പമില്ല. ചിലപ്പം ഞാൻ അടുത്ത് തന്നെ വാങ്ങും. ഓക്കെ, ഞാനൊന്ന് ഫോട്ടോ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ഈ വനപ്പർവ്വം, അതായത് ബയോഡൈവേഴ്സിറ്റി വനപ്പർവ്വതത്ത് വേറെ എന്തെങ്കിലും കാണാനുണ്ടോ നോക്കട്ടെ. ഞാനിപ്പോൾ എന്തായാലും ഇവിടുന്ന് 2 ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ, ഒരു പക്ഷി ഇങ്ങനെ പാറയുടെ, അതായത് ആ ദൂരെ കാണുന്ന പാറയുടെ അത് സെൻറ്ററിൽ ചെറിയൊരു വെള്ളമില്ലേ, അതിൻ്റെ നടുക്കൊരു പാറയുടെ മുകളിൽ എന്തോ കാക്കയാണ്. ഇതാണ് കേട്ടോ 50mm ലെൻസ് 1.8 DF ആണ്. ഇതും അടിപൊളി ലെൻസാണ്. ഇതിന് കുറച്ച് പൈസ കണ്ടുണ്ടല്ലോ, ഒരു 10,000 രൂപ കണ്ടുള്ളൂ ഈ ലെൻസിന് റേറ്റ്. ഇപ്പോഴും ഏതാണ്ട് ആ റേറ്റ് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ 50mm തന്നെ RF ലെൻസ് ഉണ്ട്. അതിന് ഏതാണ്ട് 22,000 രൂപയുടെ വില വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഇത് മതി, അടിപൊളിയാണ്. അപ്പം ഞാനിപ്പം താഴോട്ട് പോവാണ് കേട്ടോ. ഞാൻ വന്ന വഴി കൂടെ അല്ല കേട്ടോ തിരിച്ചു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, തടാകത്തിൽ നിന്ന് ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട് മുകളിലത്തെ വഴിയിലേക്ക്. അപ്പം അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് പോയത്. ഇപ്പോൾ ഞാൻ വലത്തോട്ടുള്ള വഴി കൂടെ തിരിച്ച് ഞാൻ താഴോട്ട് പോവാണ്. ഇവിടെ എന്താ പറയുക, ഈ കാടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കാടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ താല്പര്യമുള്ള ആളുകളില്ലേ, അത്തരം വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ താഴെ ഉണ്ട് കേട്ടോ. അദ്ദേഹം വസ്ത്രമൊക്കെ അലക്കിയിട്ടുണ്ട്, ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ആ പാറയുടെ മുകളിൽ അദ്ദേഹം എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അത് തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് വലിയ ഉറപ്പില്ല. ഇതാണ് കേട്ടോ ലാസ്റ്റ്. ഏതാണ്ട് ഞാൻ എത്താനായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബൈ.